അത് 2009 യാസ്റ്റാറ് ഏകദേശം ഫുൾ പണിയും ചെയ്തിട്ടുണ്ട്. യാസി എല്ലാം വർക്കിംഗ് ആണ്. പുതിയ ടെസ്റ്റ് വണ്ടി 2029 വരെ പേപ്പറുണ്ട്. ഇത് 2005 വണ്ടിയാണ്. 5 ലാസ്റ്റ് 6 രജിസ്ട്രേഷൻ. സിംഗിൾ ഓർഡർ വണ്ടിയാണ്. ഒറ്റ ഓർഡർ 2 ലക്ഷം കിലോമീറ്റർ. ഡീസൽ ചെയ്ത് കൊടുക്കും. ഇന്റീരിയർ കണ്ട നല്ല ക്വാളിറ്റി. പക്ഷെ ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2007 കണ്ട അതെ വണ്ടി എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അലൈസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ അലയല്ല, വെള്ളയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അലോയ്സ് മാറ്റി വേറെ അലോയ്സാണ് ഇട്ടേക്കുന്നത്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. ഇത് 2008 LD ഡിസൈറാണ്. സെറ്റ് ഗ്ലാസ്സിലൊരു പൊട്ടലുണ്ട്. കാണിച്ചു പറഞ്ഞ മാറണമെങ്കിൽ മാറിക്കൊടുക്കാം. മാറാൻ വയ്യ. അവർ അത് കുറച്ച് കൊടുക്കുക. അവരുണ്ടെ മാറിട്ട് 2026 ലാസ്റ്റ് വരെ പേപ്പർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇതൊന്നും കിലോമീറ്റർ ഒന്നും അറിയാൻ പറ്റില്ല. 5 സ്പീഡ് MBF വണ്ടിയാണ്. AC ഉണ്ട്. AC വർക്കിംഗ് ആണ്. ആയിട്ടാണ് 2010 ലാസ്റ്റ് വണ്ടി കേട്ടോ. ഇത് അഡ്വാൻസ് ആയതാണ്, എന്നിട്ടും നടന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നെടുമങ്ങാട് വേങ്കാവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഇനായ കാസിനകത്താണ് ഇന്ന് വന്നേക്കുന്നത്. പെട്ടെന്ന് 2 ദിവസം മുമ്പാണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇപ്പോൾ പെട്ടെന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ ഒരു 7 വണ്ടി പുത്തൻ വണ്ടികൾ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഷെവർലെറ്റിൻ്റെ ടവേറ, പിന്നെ ഒരു സ്വിഫ്റ്റ് ഡിസയർ, അങ്ങനെ കുറച്ചധികം നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു, ഒരു അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഴിയുന്നതും പെട്ടെന്ന് വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാനെന്നല്ല, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട്, അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എടുക്കാൻ വരുമ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും അടുത്ത ഒരു മറുപടി പറയുന്നത്. അപ്പോൾ ആ മറുപടിക്ക് മുന്നേ ആയിട്ട് ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വാക്കിംഗ് കസ്റ്റമേഴ്സ് വരുമ്പോഴേ അവർക്ക് ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാൻ പറ്റത്തില്ല. അവസാനം പിന്നെ വിളിച്ചിട്ട് ഇവർ വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എന്നോട് ഒന്ന് സൂചിപ്പിക്കണേ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ നേരത്തെ തന്നെ ഇവിടെ വന്നൊരു കുടുംബം വന്ന് വണ്ടി എടുക്കുകയും ഓട്ടിച്ച് നോക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അഡ്വാൻസ് ചെയ്ത് പോയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറയും. അപ്പോൾ ഓൾറെഡി ഈ വണ്ടി എടുക്കാൻ തയ്യാറായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന 1-2 വണ്ടികൾ ഇവിടെ ഇപ്പോൾ കിടപ്പുണ്ട് കേട്ടോ. ആ വണ്ടികൾ പറ്റുമെങ്കിൽ അദ്ദേഹം സമ്മതമാണെങ്കിൽ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ വണ്ടികളുടെ ലിസ്റ്റും അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് ഇല്ലപ്പാ. അതാ നമ്മളെ മലയാളി ചെറുക്കം വന്നിട്ടുണ്ട്. ഈ അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ, പക്ഷേ വേണമെങ്കിൽ നിനക്ക് ഇത്തവണ ഇപ്പം എന്നെ കണ്ടപ്പോൾ നിനക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ജനങ്ങളോടങ്ങ് പറഞ്ഞു. എന്താണ്? ഞാൻ കടയിൽ കയറി വന്നപ്പോൾ നീ എന്നോട് എന്തൊക്കെ പറഞ്ഞു അത് പറ. അല്ല ഞാൻ പറഞ്ഞ ആ വീഡിയോ, ആ വണ്ടി ബുക്ക് ചെയ്തിട്ടിട്ട് ആ പുള്ളിക്കാരെ എടുക്കാതെ പോയതുകൊണ്ട് നിനക്ക് വന്ന എന്നുവെച്ചാൽ വിറ്റ് പോയില്ലല്ലോ. പിന്നെ വന്ന ആ കസ്റ്റമേഴ്സിനെ നിനക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. നഷ്ടം അതിന്റെ. എനിക്ക് ആ വില 4 വിറ്റ് എടുക്കും. അതിന്റെ കിട്ടുന്നത് എനിക്ക് ലാഭം. പക്ഷെ എന്നോട് വന്നപ്പോൾ പറഞ്ഞ ഡയലോഗ് ഇതല്ല, അങ്ങനെ ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. സംഭവം ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ എല്ലാ കണക്ക് നോക്കിയാൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. പക്ഷെ ഇനി ചിലപ്പോൾ അത് ഞാൻ നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും. ഒരു തവണ ഒരു വണ്ടി വിൽക്കാടുമ്പോഴത്തേ അത് വിറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കും കിടക്കുമ്പോൾ ഒരു മടിയായിരിക്കും. പറഞ്ഞ കസ്റ്റമർ എന്തോ അത് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ ഇത്തവണ നമ്മൾ എത്ര രൂപയുടെ വണ്ടികളൊക്കെ തുടങ്ങുന്നത്? നമുക്ക് ഇത്തവണ ചെയ്തു തുടങ്ങാൻ പറ്റിയ വണ്ടി ടവേര ഉണ്ട്. 2005 1 ലക്ഷം മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അധികം താത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത വണ്ടിയാണ്. ഓക്കെ. അപ്പം വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. സമയം വേണ്ട, വെട്ടം 3-3:30 വന്നതാണ്. ഈ ചെറുക്കൻ അതിനുള്ള മറുപടി ഈ പുള്ളി പറഞ്ഞു തരും. പറ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വണ്ടിയും AC വർക്കിംഗ് ആണെന്ന് വെച്ചാൽ വർക്കിംഗ് ആണ്. എല്ലാം കംപ്രസർ എല്ലാം എടുക്കുന്നുണ്ട്. എനിക്കൊരു 1000 കൊടുത്ത് എല്ലാം ടോപ്പ് ചെയ്ത് എനിക്ക് ഇവിടെ നിന്ന് കൂളിംഗ് ആക്കി കൊടുക്കുക. പക്ഷേ അത് ലീക്ക് കാണും. എനിക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വരുന്ന കസ്റ്റമർക്കാണ് നഷ്ടം. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത് കാര്യം 1000 ആവൂല. ഞാൻ ടോപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് AC ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോയതിന് ശേഷം നടക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ലീക്കായിട്ട് എവിടെയെങ്കിലും ലീക്ക് കാണും, കൂളിംഗ് കുറയുമ്പോൾ അവർ കൊണ്ടുപോയി പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പിന്നെ അത് റെഡിയാക്കി എടുക്കണം. ഇത് അവർക്കൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് AC റെഡിയായ ഞാൻ വില മാറ്റി ചോദിക്കും, ഉറപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ ദിവസം ഞാൻ ഈ വർക്ക്ഷോപ്പ് പറഞ്ഞ 1000 കൊടുക്കുന്നത് അത് വേസ്റ്റ് ആയിപ്പോകും. ഇത് രണ്ടും ഞാൻ കുറച്ചായിരിക്കും ഈ വണ്ടിക്ക് ഇടുന്ന വില. ഒരു വണ്ടിയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പറഞ്ഞ എക്സ്പെൻസാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ മാർക്കറ്റിൽ ഞാൻ തീരുമാനിക്കണം. എനിക്ക് ഇന്ന മാർക്കറ്റൊന്നുമില്ല. ഞാൻ എല്ലാ വണ്ടിക്കും ഞാൻ തീരുമാനിക്കുന്ന വില. അപ്പം എൻ്റെ കണക്ക് അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കസ്റ്റമർക്കാണ് നഷ്ടം. എല്ലാ വണ്ടിയുടെ AC വർക്കിംഗ് ആണ്. ഞാൻ മാരുതി കൊണ്ടുവരെ കംപ്രസർ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണെന്ന് വെച്ചാൽ വർക്കിംഗ് ആണ്. ഞാൻ വർക്കിംഗ് ആണെങ്കിൽ ടോപ്പ് ചെയ്ത് കാണിച്ചു. ഒന്നുമില്ലെങ്കിലും ഉള്ള പോലെ പറയുന്നുണ്ട്. അതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കയറ്റി വെച്ച് തന്നിട്ട് AC ഇവിടെ വന്ന് നോക്കുമ്പോൾ കൊള്ളാമെന്ന് കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊള്ളത്തിലാവാൻ തിരിച്ചു വരുമ്പോൾ കൈമരത്തെ കാണിക്കാൻ നിൽക്കുന്നില്ല. അതെങ്കിലും ഒരു ജെനുവിനിറ്റി ആയിട്ട് കാണുക. പിന്നെ അത് ഉറപ്പായിട്ടും അങ്ങനെ കാണിക്കും. ഞാൻ കൈമരത്തെ കാണിക്കുള്ളൂ.
പറഞ്ഞല്ലേ കൊടുക്കുന്നത്. പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തട്ടിപ്പ് കാണിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ചിലർ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് തന്നെ വാങ്ങിക്കും. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കും, ചിരിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കും. വേറെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കച്ചവടം നടക്കണ്ടേ, എനിക്ക് കച്ചവടം നടക്കാണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കും. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ലീക്ക് കാണും. 100% ഓടാത്ത വണ്ടി ലീക്ക് എവിടെയെങ്കിലും ലീക്ക് കാണും, ഇവിടെ കാണാതിരിക്കൂല, ഉറപ്പായിട്ടും കാണാതിരിക്കൂല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. എല്ലാവരും ഈ സ്ക്രാപ്പ്, പിന്നെ എനിക്ക് സ്ക്രാപ്പ് ഉണ്ട്, പലരും ഈ വില ഇത്രയും കുറച്ച് കൊടുക്കുന്നുണ്ട്, ആക്രി വണ്ടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അതിന് ഞാനും പറയാം, നിങ്ങൾ ഈ ആക്രി വണ്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി അയാൾ പറയുന്നുണ്ട് ഇന്ന കംപ്ലയിൻസ് ഉണ്ട്, ഇത്രയും താഴ്ത്തിയാണ് തരുന്നത്, വേണമെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും വില കുറച്ച് ഇത്തരം കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിലും എടുത്ത് അത് അവരുടേതായ രീതിയിൽ പണിഞ്ഞ് വൃത്തിയാക്കിക്കൊള്ളാൻ ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരനായ ആൾക്കാരെ കാണും. പറയണവർ അവിടെ നിന്ന് പറയുള്ളൂ. ഇവിടെ നിങ്ങൾ വന്നപ്പോൾ എത്ര കസ്റ്റമർ ഉണ്ടായിരുന്നു? എത്ര കസ്റ്റമർ, എത്ര ഒരു ഡീൽ? ഇപ്പോഴും ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞു വിട്ട് കസ്റ്റമേഴ്സിന് ഞാൻ 2 വണ്ടികൾ സെയിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇവിടുന്ന് ഇറക്കി വിട്ട്, നിങ്ങൾ എനിക്ക് വീഡിയോ എടുക്കണം, രാത്രിയാവുന്ന ഞാൻ തന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. അതുകൊണ്ടാ ഇനിയും നിന്ന് സംസാരിച്ച ഒരു കാര്യം കൂടെ പറയണം. ഫോൺ എടുക്കാത്ത കാര്യം, ഫോൺ എടുക്കാത്ത നിവൃത്തിയോടൊന്നാണ് കേട്ടോ. ഭയങ്കര കോളെന്ന് പറഞ്ഞാൽ ഭയങ്കര കോളാണ്. അപ്പോൾ കഴിവതും അവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അത് റിപ്ലൈ തരും. കാര്യം വേറെ നിവൃത്തിയില്ല. കാര്യം ഇത്ര 4 പേര് 5 പേരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാവർക്കും എന്നെ വിളിച്ചാൽ എനിക്ക് ഒരുപാട് കോൾ വരുമ്പോൾ എനിക്കും തലപ്രാന്ത് എടുക്കും. ഞാനും ഒരാളെ തന്നെ വിളിക്കാൻ ശ്രമിക്കരുത്, വേറെ അവനും ആ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ മുജീവിന് ഇപ്പം വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രശ്നം അവനുണ്ട്. എൻ്റെ കൊച്ചൊരു മണ്ണെണ്ണ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രി കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു മനുഷ്യന് അതിൻ്റെ ആയിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം വരും. എപ്പോഴും വണ്ടി എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെയും ബിസിനസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ കാര്യങ്ങളെല്ലാം നോക്കണതാണ്. അപ്പോൾ നമുക്ക് അപ്പം അങ്ങനെ വിളിച്ചാൽ എടുക്കാത്ത ഒരു നമ്പർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ബാക്കി 2 നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ നോക്കിയാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, എന്തായാലും റിപ്ലൈ കാണും. കാര്യം അപ്പം തന്നില്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നൊന്ന് റിപ്ലൈ തരാൻ വേണ്ടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റിപ്ലൈ എന്തായാലും വരും, അത് ഉറപ്പാണ്. അത് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുകയാണ്. 2002 ലാൻസർ പെട്രോൾ. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ആ ബാക്കിലത്തെ കമ്പി വരെ വർക്കിംഗ് ആണ്. കമ്പിയല്ലടാ, വൈപ്പർ അല്ലടേ, മറ്റേ റേഡിയോ മറ്റേ സാധനം. വണ്ടിക്കകം ആ വർഷത്തിൻ്റെതായ കുറച്ച് ഫാൾട്ടുകളുണ്ട്. ഇവിടുത്തെ ലോക്ക് പോയിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യൂ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ബാക്കിൽ ആമ്പ് ചപ്പ് ചവർ എല്ലാം ഉണ്ട്, നോക്കിയോ. ചപ്പ് ചവറ് ആക്രി കച്ചവട രീതിയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പെട്രോൾ അല്ലേ അതോ ഡീസലാ? പെട്രോൾ. ലാൻസ് ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടികളൊക്കെ കിടപ്പുണ്ട്. നല്ലൊരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു ഫൈനൽ ഒരു 70 രൂപയ്ക്ക് കൊടുക്കാം. 70 രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഫസ്റ്റ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആണ് എല്ലാം അത് തന്നെ. ഈ AC കൂളിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? AC വർക്കിംഗ് ആണ്. ഇനി എല്ലാം വർക്കിംഗ് ആണ്. എൻ്റെ കിടക്കുന്ന എല്ലാ വണ്ടിയും AC വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. മുതലാളി ആളെ പറ്റിക്കുന്ന മുതലാളി ആവരുത് മുതലാളി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വർക്കിംഗ് ആണ് കേട്ടോ, ഇതിന്റെ വർക്കിംഗ് ആണ്. ഓക്കെ. ഈ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ വർക്ക് ചെയ്യോ? ഏതാണ്? ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം റേറ്റിൽ വ്യത്യാസം വരും. ചെയ്ത് കൊടുത്തില്ല പൈസ കുറച്ച് കൊടുക്കുക കേട്ടോ. ആണോ? അപ്പോൾ ഈ ചോദിച്ചതിനേക്കാളും കുറയും? കുറയും. ഓക്കെ. ഇത് 2008 വീഡിയോ. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. 2008 വീഡിയോ. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അലൈസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ അലയല്ല, വെള്ളയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അലോയ് വീൽസ് മാറ്റി വേറെ അലോയ് വീൽസാണ് ഇട്ടേക്കുന്നത്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. വണ്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? ഇതെല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. നോർമൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 പവർ വിൻഡോ ആണ്. ഈ സ്റ്റീരിയോ ഒക്കെ വർക്ക് ചെയ്യുമോ? ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ ഓഫർ വിലയാണ് കേട്ടോ, 1,40. കഴിഞ്ഞ വീഡിയോയിൽ എത്ര ചോദിച്ചേ? 48 അല്ലേ ചോദിച്ചത്? 7 രൂപ കുറച്ചിട്ടുള്ള ചോദ്യമാണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇത് ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. ഇത് ഏത് വർഷമായിരുന്നു വണ്ടി? 2008 വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാ? എല്ലാം 28 ലാസ്റ്റ് വരെ ഉണ്ട്. 28 ലാസ്റ്റ്. ഇത് 2008 LD ഡീസലാണ്. സ്വിഫ്റ്റ്. ഗ്ലാസ്സിലൊരു പൊട്ടലുണ്ട്, കാണിച്ചു പറഞ്ഞ മാറണമെങ്കിൽ മാറി കൊടുക്കാം. മാറാൻ വയ്യ, അവർ അത് കുറച്ച് കൊടുക്കുക. അവരുണ്ടെ മാറണേ മാറിട്ട് ഇത് മാറി ബോണ്ട് മാറിയിട്ടുണ്ടോ? കളർ വേറെ ആണല്ലോ. കളർ വേറെ ഉണ്ട്.
ഇതൊക്കെ പിന്നെ അടിച്ചതാണ് കേട്ടോ തേക്ക്. ഓക്കെ, അപ്പം നീ ആ ബോണ്ടൊന്ന് തുറന്ന് കാണിക്കണേ, അഫ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ. ഇല്ല ബോണ്ടൊന്ന് പിടിക്കൂ. ഇവിടെ അടിയിലൊരു സാധനമുണ്ട്. ഈ സ്റ്റീരിയും കാര്യമൊക്കെ ഉണ്ട്. ഇതിൽ എ സി ഒക്കെ വർക്ക് ചെയ്യോ? ഇതിൽ എ സിയുടെ ബ്ലോവറിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട്. അത് ഞാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ കാണിച്ച് വിൽക്കാന്ന് പറഞ്ഞെടുത്ത് കയറ്റിയതാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2 പവർ വിൻഡ് ആണോ അതോ പവർ വിൻഡ് ഇല്ല, എ സി പവർ സ്റ്റീറിംഗ് മാത്രമേ ഉള്ളൂ. LD അതേ വരുള്ളൂ. വണ്ടി വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു, മൊത്തം പൊടിയായിട്ട് കിടക്കുകയാണ്. പെയിന്റിങ് കഴിഞ്ഞപ്പോൾ പോളിഷ് കഴിഞ്ഞപ്പോൾ നേരെ എടുത്ത് ഇറക്കിയത്. അതെ, ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4ാമത്തെ. 4. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 1 ചില്ലറ ഓടിയിട്ടുണ്ട്. ഡീസലല്ലേ? ഡീസൽ. ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാ നോക്കണം ചേട്ടാ, ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇതൊന്ന് ഉയർത്തി, ബോണ്ടൊന്ന് ഉയർത്തി, ഞാൻ അകമൊന്ന് കണ്ടു നോക്കട്ടെ, എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളുണ്ടോന്നേ. ഒന്നും തൊട്ടിട്ടില്ല. അഫ്രോൺ സൈഡ് കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബാർ പൊട്ടിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും മാറിയിട്ടില്ല. ബമ്പർ ബാക്കി കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടെങ്കിലും ഒന്നും വാശിയൊന്നും ചെയ്യില്ല. കണ്ട ഇതിനകത്ത് ഇങ്ങനെ അഴിക്കണ്ട. നമ്മളൊന്നും ഓൺ കണ്ടീഷനിൽ ഇറക്കാം. ലീക്ക് കൊണ്ടുപോയി അവർക്ക് നോക്കിയാൽ കാണും. ചിലപ്പോൾ ഞാൻ ഇത് അടിച്ച് കഴുകി കൊടുത്തിട്ട് പാവങ്ങൾ എന്തിനു പറ്റിക്കണം. ബാറ്ററി ഊരി വെച്ചേക്കാണോ? ബാറ്ററി ഒരു ചാർജ് ചെയ്യും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഈ കണ്ടീഷൻ 1.35 കൊടുക്കാം. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര? 28 രൂപ. 1.35 കൊടുക്കാം കേട്ടോ. 1.35. ഇത് ക്ലിയർ ചെയ്യൂ. അതാണ്, അതൊന്നും ക്ലിയർ ചെയ്യില്ല. ഈ കാണുന്ന കണ്ടീഷൻ 1.35 കൊടുക്കാം. കഴുകി തുറച്ച് ബാക്കി ഇതെല്ലാം വേറെ ഒന്നും ക്ലിയർ ഇല്ല, എല്ലാം ക്ലിയർ ആക്കി കിട്ടും. ഗ്ലാസ് എല്ലാം ഈ കാണുന്ന കണ്ടീഷൻ 1.35 കൊടുക്കാം. അത് 2009 ഗ്യാസ് ഏകദേശം ഫുൾ പണിയും ചെയ്തിട്ടുണ്ട്. ഗ്യാസ് എല്ലാം വർക്കിംഗ് ആണ്. പുതിയ ടെസ്റ്റ് വണ്ടി 2029 വരെ പേപ്പറുണ്ട്. നല്ല ടയർ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെറിയ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്കയാണേ? ഇല്ല ഇതിലൊന്നും ചെയ്യാനില്ല. എടുക്കുക, എണ്ണ അടിക്കുക, ഓടുക. വർക്ക് ചെയ്തിട്ടേക്കുവാ. ഇത് 2 പവറിൻ്റെ ആക്കി വെച്ചേക്കോ അല്ലേ? 2 പവറിൻ്റെ ആക്കി വെച്ച് ആക്കിയതാണ്. VXIയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ബാക്ക് സൈഡ് ക്ലിയർ ആണ്, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞ് പറ്റിയും കേട്ടോ. അങ്ങനെ കൺവേർട്ട് എയർബാഗ് കാണിച്ചല്ലോ VXIയിൽ, പറയാൻ പറ്റൂല. LXI VXIയിലോട്ടാ കൺവേർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ആകെ പവർ വിൻഡോ മാത്രമാണ്. കൊള്ളാം, ടയേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം. റീപ്ലേസ് ഒന്നുമില്ല. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കേട്ടോ. 29 വരെ പുതിയ പേപ്പർ എല്ലാം ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2-3 ആഴ്ചക്കകത്താവുമല്ലോ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു സാധനം മാറിയിട്ടില്ല. ഇതൊരു 14-15 ഒക്കെ മൈലേജ്, 20 അടി മൈലേജ് കിട്ടും. എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് അത്ര ഇല്ല. കാസിയസ് എഞ്ചിനാണ് ഇരിക്കുന്നത്. ബോണ്ട് തുറന്ന് നോക്കണം. എൻ്റെ പറയണ കാറിലിരിക്കുന്നത് അതേ എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. അല്ല, എന്നാലും നീ പറഞ്ഞ മൈലേജ് കിട്ടത്തില്ല. കിട്ടും, ഞാനല്ലേ പറയണ. ഇത് കറക്റ്റ് ഓയിലിൻ്റെ കളറെല്ലാം നോക്കി. ഇത് കറക്റ്റ് കൊണ്ടുവന്ന പാർട്ടി. ഇതൊക്കെ നല്ല കസ്റ്റമറാണ് റോ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഇതല്ല അകമെല്ലാം നോക്കിയാണ് ലീക്കാ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ട. ഞാൻ സാധാരണ ബാറ്ററിനകത്ത് വെച്ചേക്കേ ഇല്ല. ഇതുവരെ ഞാൻ ബാറ്ററി വെച്ചിട്ടുണ്ട്. നോക്കിയാണ് എഞ്ചിൻ്റെ ഓയിലിൻ്റെ കളർ നോക്കിയാണ്. കണ്ടോ ഇതെല്ലാം ഓയിലെല്ലാം ഇപ്പം മാറി പക്കയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇത് ഏകദേശം 20 അടി മൈലേജ് കിട്ടും. കൺഫേം ആണ്. ഇതിന് പുറത്തു പോയാലേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് എത്ര ചോദിക്കിട്ട്? അണ്ണൻ പറയണ ചോദിച്ചു. അത് വേണ്ട, 95 രൂപ. 95 ലാസ്റ്റ് പ്രൈസ്. കുറച്ച് കൊടുക്കാം കേട്ടോ. ഇത് 2005 വണ്ടിയാണ്. 5 ലാസ്റ്റ് 6 രജിസ്ട്രേഷൻ. സിംഗിൾ ഓർഡർ വണ്ടിയാണ്, ഒറ്റ ഓർഡർ. 2 ലക്ഷം കിലോമീറ്ററേ. ഡീസൽ AC പവർ സ്റ്റിയറിംഗ് വണ്ടി. പുതിയ ഇൻഷുറൻസ് ഞാൻ എന്നാലും എടുത്തിട്ടുണ്ട്. ചെറിയ ബാച്ച് വർക്ക് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെയ്തും കൊടുക്കും, ചെയ്യാതെയും കൊടുക്കും. 2 വില. ഞാൻ ചെയ്ത് കൊടുത്ത വല്ല പാസ്പോർട്ട് മാറിയിട്ട് ഒട്ടിക്കും. അവരുണ്ടെങ്കിൽ ചെയ്ത് നല്ല രീതിക്ക് ചെയ്യാം. അതാണ് വ്യത്യാസം. സത്യസന്ധമായിട്ട് നമ്മൾ പറയാളങ്ങ് പറഞ്ഞു. വണ്ടിക്കകം വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. സ്റ്റെപ്പിനാണ് ഇവിടെ ഇരിക്കുന്നത്? സ്റ്റെപ്പിന് അത് ഇവിടെ എടുത്ത് വെച്ച് അവിടെ ഇരിക്കണം. കൊണ്ടുപോകണവരും ലാസ്റ്റ് ഉപയോഗമില്ലാതായി ഇപ്പോൾ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് വെച്ചേനെ മറന്നു പോകാതിരിക്കേണ്ടി വെച്ചത്. വൃത്തിയുണ്ട്. ഈ സൈഡിലത്തെ റണ്ണിംഗ് ബോണ്ട് അവിടുത്തെ ബാച്ച് വർക്കേ ഉള്ളൂ കേട്ടോ. മെയിൻ ആയിട്ടുള്ള വേറൊരു ബാച്ച് വർക്കും ഇല്ല. റണ്ണിംഗ് ബോണ്ട് അവിടുത്തെ ബാച്ച് വർക്കേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ ലാസ്റ്റ് ഒരു 1 രൂപ കൊടുക്കാം. ലാസ്റ്റ് 1 രൂപ. ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുണ്ട്? പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം പുതിയ ഇൻഷുറൻസ് എന്നാലും എടുത്തേ 10,000 രൂപ എടുത്ത്. ബാക്കിയെല്ലാം അടുത്ത വർഷം സെപ്റ്റംബർ ഡിസംബർ വരെയൊക്കെ ഉണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. ടാക്സ് അതിന് മേലെ ഉണ്ട്. ചെറിയ പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട്
അതെന്താ ഇത്രയും പഴയ വണ്ടി എടുത്താൽ നിനക്ക് ഒറ്റ ഓർഡർ വണ്ടിയുടെ ഇതിൽ റീപ്ലേസിന് അങ്ങനെ അത്രയും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. 1,00,000 രൂപ. 1,00,000 രൂപ. ഇത് ഒരുപാട് പൈസ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്ത വണ്ടി. ഈ വണ്ടിയിലാണ് അയാൾ രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. അയാളെ വീടെല്ലാം ടാക്സി ഓടിക്കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അയാളെ വീടെല്ലാം അന്നേ ഇയാൾ വണ്ടി പുതിയത് എടുത്ത് അയാൾ ടാക്സി ഓടി അയാൾ ഇതിലാണ് വണ്ടിയിലാണ് അയാൾ രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ആയിട്ടാണ് 2010 ലാസ്റ്റ് വണ്ടി കേട്ടോ. ഇത് അഡ്വാൻസ് ആയതാണ്, എന്നിട്ടും നടന്നില്ല. ഈ അഡ്വാൻസ് പറഞ്ഞ കുറ്റം പറയാൻ പറ്റില്ല. നുള്ളിപ്പറക്കിക്ക് നമ്മളെ വീഡിയോ ഒരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പറഞ്ഞു, മനസ്സിലായ അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ അയച്ചു എന്നിട്ട് ആരെങ്കിലും എടുത്തൊക്കെ ചോദിക്കും, പണയം വെക്കാൻ നോക്കും. ഇത് നടക്കാതെ വരുമ്പോഴത്തേക്കല്ലേ അവർ എടുക്കാത്ത. അതാണ് അത് നമ്മളത് അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് നഷ്ടങ്ങളാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാതെ തന്നെ വണ്ടി തന്നെ അല്ലേ കിടന്നാൽ തുരുമ്പെടുത്ത് പോകുന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നും വരാനില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം 10,000-15,000 രൂപയ്ക്ക് പണിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് ഓൾമോസ്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1,15 ലാസ്റ്റ്. അത് തന്നെ ആ വില കിട്ടിയാലും മൂലമാവും. 10,000 രൂപ ഇപ്പോൾ എല്ലാം ചെയ്തതാണ്. ഞാൻ പൈസ കുറച്ച് കൊടുക്കണം. ഇല്ല, ഈ കിടക്കുന്ന കണ്ടീഷൻ ഇത് 90,000 രൂപ ലോൺ കൊടുക്കുക. ഫോർഡോ പവർ വിൻഡ് ആണല്ലേ? ആ ഫോർഡോ പവർ. ഒരു 13 മൈലേജ് ആണത്തോളൂ. 13-14 നോക്കി 15-നകത്ത് 10-15 ഇടയിൽ കിട്ടും. ബാക്കി നിങ്ങൾ ഓട്ടി പോലെ ഓട്ടിപ്പല്ല. ഇത് കംപ്ലൈൻസ് കുറവാണ് കേട്ടോ. അത് മൈലേജ് കുറയുമ്പോൾ അനുസരിച്ച് കംപ്ലൈൻസും കുറയും. ഇത് 2007 പുതിയ ടെസ്റ്റ് ഉണ്ട്. 27 ഒരു പേപ്പറുണ്ട്. പുതിയ ടെസ്റ്റ് അല്ല, 2007 ഉണ്ട്, 27 പേപ്പറുണ്ട്. LX ആണ്. AC വർക്കിംഗ് അല്ല. ഓക്കെ, വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ അപാകതകൾ കാര്യങ്ങളില്ല. പക്ഷേ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമാണ്. നല്ല ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. 2007 ഓൾട്ടോയ്ക്ക് AC വർക്കിംഗ് അല്ലെങ്കിൽ AC വർക്കിംഗ് ആണെങ്കിൽ എത്ര രൂപ മാർക്ക് ഉണ്ട്? 80 രൂപ ഒരു പാർട്ടിക്ക് നല്ല രീതിയിൽ ചോദിക്കും. നല്ല വണ്ടിക്ക് ചോദിക്കാമോ? ചോദിച്ചോ? ഞാൻ 80 രൂപ ചോദിക്കില്ല. AC വർക്കിംഗ് അല്ല, അതിൻ്റെ റേറ്റ് എല്ലാം ചെറിയ കാര്യങ്ങളെല്ലാം കുറച്ച് നമുക്കൊരു 58 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 58 രൂപ. LX 2007 LX വണ്ടിയാണ്. നീ ഇപ്പോൾ 58 രൂപ. പിന്നെ ഇതെല്ലാം ക്ലിയർ ആയി കൊടുക്കുന്നത് 80 രൂപ കൊടുക്കും. മാർക്കറ്റ് വില ഉണ്ട്. 80 രൂപ പോട്ടെ, എല്ലാവരും എന്നാലും ഒരു 75-70 കിട്ടൂലേ? അല്ല, ഞാൻ പറഞ്ഞ 58 രൂപയുടെ വണ്ടിയാകുമ്പോൾ 58 രൂപയുടെ ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാം. വണ്ടിയുടെ വീഡിയോ ഇറങ്ങിയെടുക്കല്ലേ. 2002 ആണേ. 2001 26 ലാസ്റ്റ് ഒരു പേപ്പർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇതൊന്നും കിലോമീറ്റർ ഒന്നും അറിയാൻ പറ്റില്ല. 5 സ്പീഡ് MBF വണ്ടിയാണേ. AC ഉണ്ട്, AC വർക്കിംഗ് ആണ്. AC ഒക്കെ വർക്ക് ചെയ്യും? വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. 5 റൂം കാണിച്ചു കൊടുക്കും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല? കേട്ടില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നോർമൽ സംഭവമാണ്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സ്പീഡ് MBF 32,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. 32? താഴോ? ഇല്ല. ഇനി താഴോ? താക്കണമെങ്കിൽ താരൂല്ലടേ. ഇതൊക്കെ വില തുമ്പത്തിക്കുന്ന സാധനം. അത്രയും വിലയുണ്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്രയാണെന്നറിയോ? ഓണർഷിപ്പ് 4-ാമത്തെ 5-ാമത്തെ 4-ഓ 5-ഓ അത് ഉറപ്പില്ല. ആൾട്ടോയിൽ വരുന്ന എഞ്ചിൻ എന്നാണ് പറയുന്നത് കേട്ടോ. 5 സ്പീഡ് MBF 2001 വണ്ടി. 49,000 രൂപ കൊടുക്കാൻ പറ്റിയ നല്ല ആൾട്ടോ. ബമ്പറൊക്കെ പല കളറിലാണെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. പണിയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവിടെയൊക്കെ പണിയില്ല. ബമ്പർ മാത്രം വേണ്ടി അത് ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ വണ്ടി കൊള്ളാം, നല്ല വണ്ടിയുടെ ഓട്ടിക്കാനും കൊള്ളാം. ഇന്റീരിയർ എല്ലാം നോക്കിയാൽ നല്ല AC നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളുണ്ട്. 2005 വണ്ടി. അടുത്ത വർഷം ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്. ഇൻഷുറൻസ് എല്ലാം ഉണ്ട് നിലവിൽ. വണ്ടി കൊള്ളാം. ഈ ബോഡിയിലുള്ള ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കാകുമ്പോൾ 12,000 രൂപ 2 ബമ്പർ അടിച്ച് കിട്ടും. വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും. ഇന്റീരിയർ കണ്ട നല്ല ക്വാളിറ്റി. പക്ഷേ ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2007 കണ്ട. അതെ. വണ്ടി നല്ല എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് കൊള്ളാം. ഇത് വണ്ടിക്ക് അകം കൊള്ളാം, പുറം കൊള്ളാം. മെക്കാനിക്കലും കൊള്ളാം. അകവും മാത്രമല്ല മെക്കാനിക്കും കൊള്ളാം. ബാക്കി എല്ലാം. അല്ല, പുറമുള്ളതില്ല. പുറത്തുള്ള പാച്ച് വർക്കുകളും. പാച്ച് വർക്ക് അല്ലേ? പെയിന്റ് പാച്ച് വർക്ക് അവിടെ എടുത്തിട്ടുണ്ടാ. ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. എവിടെ? ഇവിടെ പാച്ച് വർക്ക് അല്ലേ എടുത്തേക്കണേ. അതാണ്ട് ഈ സൈഡ്. ഇതൊക്കെ പൊട്ടിയുടെ ഇതിൽ നിന്ന് പാച്ച് വർക്ക് എടുക്കാൻ പറ്റില്ല. ഈ ബമ്പർ പ്ലാസ്റ്റിക് അല്ലേ, ഇരുമ്പിൽ ഇതാകുമ്പോഴാണ് പാച്ച് വർക്ക് എന്ന് പറയുന്നത്. എന്നാ പോട്ടെ. ഇത് ബമ്പർ നമുക്ക് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചു വെച്ച് കൊടുക്കുക. 10,500 കൊടുത്ത ബമ്പർ ഇട്ട് മാറി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കാണണം. ശരി, എത്ര രൂപയ്ക്ക് കൊടുക്കുക? 49. എല്ലാം ചെയ്തിട്ട് 49 രൂപ അഡ്വാൻസ്. ഇത് പറഞ്ഞ ആൾ അഡ്വാൻസ് ഇട്ട് തന്നിട്ട് വന്നാൽ ചേട്ടാ, ഇത് ഞാൻ ക്ലിയർ ആക്കി കൊടുക്കുക. കാര്യം ഇത് കൊടുത്ത പാരദർശനം കേൾക്കില്ല. നല്ല വണ്ടി. വണ്ടിക്കകം ഓക്കെ, വണ്ടിക്കകം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുറത്ത് മാത്രം പുറത്താ 2 ബമ്പറേ ബ്ലാക്ക് ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നമുക്ക് ചെയ്തിടണം.
ഇത് കൊണ്ടുവന്ന് നിർത്തുക. നിങ്ങൾ കാണില്ലേ കസ്റ്റമർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതാണ് നല്ല ഡീസൽ വണ്ടി ചേട്ടാ, 35,000 രൂപ കൊടുക്കുക. ഏതാ മോഡൽ? 2006 26 പേപ്പറുള്ള വണ്ടി. 26 വരെ പേപ്പറുണ്ട്. ടയർ ആവറേജ് ടയർ. എന്ത് ഓടിയിട്ടുണ്ട് വണ്ടി? ഇതൊക്കെ കിലോമീറ്റർക്ക് ഒരുപാട് ഓടിക്കാണ്. ഇതൊക്കെ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടി. ഡീസൽ വണ്ടി ആവശ്യം പോലെ ഓടാ, എണ്ണ അടിക്കുക ഓടുക, ഡീസൽ അടിക്കുക ഓടുക. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണോ? കിലോമീറ്ററും ജെന്യൂൻ ആയിരിക്കില്ല, ഇത്രയും പഴക്കമുള്ള വണ്ടിയല്ലേ. അതൊക്കെ നമ്മൾ വണ്ടി കൊള്ളാം, അതെന്ന് വെച്ചാൽ ഡീസൽ വണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മളോട് കൊണ്ടുപോയി പൊളിക്കാൻ പറഞ്ഞാൽ എനിക്ക് പൊളിച്ചാലും മുതലാവണം. ഞാൻ പൊളിക്കുക കസ്റ്റമർ കൊടുക്കുന്ന കാര്യം എന്തെന്ന് അറിയാമോ? ഇതൊക്കെ പൊളിക്കാൻ മനസ്സ് വരേണ്ട എണ്ണ. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ പാഷനാണ് ഈ വണ്ടി കച്ചവടം എന്ന് പറയുന്നത്. മനസ്സിലായി? ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യണമല്ല. എത്രയാണ് ചോദിക്കുന്നത്? ഫൈനൽ 35 രൂപ. ഫൈനൽ 35. AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യൂ? AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. എൻജിൻ ഈ ബമ്പർ ഒന്ന് ഫിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയ വർക്കുള്ളൂ. നമ്മളെ മെക്കാനിക്കൽ ബാക്കി എല്ലാം കണ്ടോ, നല്ല പെയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് കഴുകുക, ഇത്രേ ഉള്ളൂ. 2 വട്ടി വെള്ളം എടുത്ത് ഒഴിക്കുക, അങ്ങോട്ട് തേക്കുക. 2 വട്ടി വെള്ളം എടുത്ത് ഒഴിക്കുക, അങ്ങോട്ട് തേക്കുക. ഇത് കിലോമീറ്റർ ജെന്യൂൻ അല്ലല്ലോ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് മൂന്നാമത്തെ. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് വെട്ടി തൂക്കിയാൽ ഈ പൈസക്കുള്ള മുതൽ കയറും. 35 രൂപ അല്ലേ? 35,000 രൂപ. നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 2010 സൈലോ കഴിഞ്ഞ വീഡിയോയിൽ വന്ന വണ്ടിയാണ്. നമുക്കൊരു 1.12 കൊടുക്കാം ലാസ്റ്റ്. 1.2 അത് ഒരു രൂപയും കുറയൂലേ? 1.12 ഫൈനൽ റേറ്റാണ്. ഈ 1.12 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്ര ചോദിച്ചേ? 1.18 അല്ലേ ചോദിച്ചാൽ? 6000 രൂപ കുറച്ചിട്ടുള്ള ഓഫർ പ്രൈസാണ്. വണ്ടിക്കകം നല്ല വൃത്തിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വണ്ടിക്കകം എല്ലാം നല്ല വൃത്തിയാണ്. ടോപ്പ് ആയാലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സിൽ ഡ്രൈവർ സീറ്റും ഈ സൈഡ് സീറ്റും മാത്രം കുറച്ചൊന്ന് പോയിട്ടുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. ഇതിൻ്റെ AC കാര്യങ്ങളൊക്കെ പക്കയാണോ? AC എല്ലാം ജില്ലനായിരിക്കും. ഇതെന്തോ ഓടിയിട്ടുണ്ട്? പുതപ്പിട്ടുകൊണ്ട് അകത്തിരിക്കാൻ പറ്റും. എന്തോ ഓടിയിട്ടുണ്ട് ഇത്? ഇതൊക്കെ 2 ലക്ഷം കിലോമീറ്റർ ഇല്ല, 2 ലക്ഷം കിലോമീറ്റർ നോക്കിയതാണ്. ഇതിന്റെ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയോ? ഒന്നിന്റെ ടൈമിംഗ് ഞാൻ ആഴ്ച നോക്കിയിട്ടില്ല. ഓക്കെ. സ്റ്റെപ്പിന് ഒരാൾ പറയണം, നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഒരാൾ അവിടുത്തെ ചോദിച്ചാൽ അവർ പറയും പണിയില്ല പക്ക, ഓ ശരി കൈ കൊടുക്കും. വിശ്വാസം അല്ലേ എണ്ണ എല്ലാം ചെയ്തിലെ കൊണ്ട് ഓരോരുത്തരുടെ സമയദോഷം അങ്ങനെ തന്നെ. എൻ്റെ ടൈം ബെൽറ്റ് പൊട്ടിയാണ് ഏറ്റവും കൂടുതൽ പൈസ പറ്റുള്ളൂ. ഓക്കെ. ടയറൊക്കെ ആവറേജ് ടയർസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര? 1.12 ലാസ്റ്റ് കൊടുക്കാം. ഫൈനൽ എമൗണ്ട് 12 ഫൈനൽ എമൗണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ചില വണ്ടികൾക്ക് 6000-ഉം 8000-ഉം രൂപ വരെ വില കുറച്ചിട്ടുള്ള ഒരു ഓഫർ പ്രൈസാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വണ്ടികളും കിടപ്പുണ്ട്. ടവേറയൊക്കെ 1 ലക്ഷം രൂപ, അത് നഷ്ടമില്ലാത്ത കാര്യമില്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മുതലാളി തയ്യാറാണ്. പിന്നെ അതേപോലെ ആ സൈലോ അത് 6000 രൂപ കുറച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ വേറെ ഏതാ സ്വിഫ്റ്റ്, അതിനും വില കുറച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ പഴയ വണ്ടികൾക്ക് വില കുറച്ചും പുതിയ വണ്ടികൾക്ക് വില കൂട്ടിയിട്ടിട്ടുമില്ല. മാന്യമായ രീതിയിലുള്ള വില കാര്യങ്ങളൊക്കെയാണ്. അപ്പം സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചാണോ എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ.